മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്കായി ഒരു ദിവസത്തെ വേതനം നീക്കിവെച്ച് കാസർകോട്ടെ വിളമ്പൽ തൊഴിലാളികൾ. ജീവകാരുണ്യ പ്രവർത്തന രംഗത്ത് സജീവമായ പാഥേയം കൂട്ടായ്മയാണ് വയനാടിന് വേണ്ടി ഒരു ദിവസം മാറ്റിവെച്ചത്. ദിസ് ന്യൂസ് സ്പോൺസർഡ് ബൈ ഉയർന്ന ഗുണനിലവാരം, തികഞ്ഞ വിശ്വസ്തത, ജനതാ പാൽ. വിവാഹങ്ങളിലെ സദ്യ വിളമ്പൽ ജോലികൾ ഏറ്റെടുത്ത് നടത്തി കിട്ടുന്ന വേതനമാണ് പാഥേയം കൂട്ടായ്മ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കുന്നത്. ഈ ഞായറാഴ്ച കാലിക്കടവിലെ ഗാലക്സി ഓഡിറ്റോറിയത്തിലാണ് ഏറ്റവും ഒടുവിലായി ഇവർ ഭക്ഷണം വിളമ്പിയത്. ഇവിടെ നിന്നും കിട്ടുന്ന മുഴുവൻ പ്രതിഫലവും വയനാടിന്റെ പുനർനിർമ്മാണത്തിനായി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവനയായി നൽകാനാണ് ഇവരുടെ തീരുമാനം. നമുക്കറിയാം, കേരളത്തിലെ ഏറ്റവും വലിയൊരു ദുരന്തം അനുഭവിച്ചത് നമ്മൾ ഇന്ത്യയിൽ തന്നെ പറയാൻ പറ്റുന്ന ഒരു ദുരന്തം വയനാട്ടിലാണ്. അപ്പോൾ ഇന്ന് നമ്മുടെ ടൈമിലെല്ലാം എല്ലാവരും കൂടി ബന്ധപ്പെട്ടപ്പോൾ പറഞ്ഞത് ഇന്നത്തെ സമ്പാദ്യം, നമ്മൾ ഇന്ന് കൊണ്ടുവന്ന സമ്പാദ്യം അത് വയനാട്ടിനെ കൊടുക്കാമെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരും ഒറ്റക്കൊട്ടോട് കൂടിയിട്ട് ഈ ഒരു സമ്പാദ്യം വേണ്ടി കാത്തിരുന്നു. എല്ലാവരും ഞാൻ വളരെയധികം നന്ദി അറിയിക്കുന്നു. ഇതിനോടകം ചെറുതും വലുതുമായി 20 ലക്ഷത്തിൽ പരം രൂപയുടെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തിയ കൂട്ടായ്മയാണ് പാഥേയം. സ്വയം സന്നദ്ധരായ 100ഓളം അംഗങ്ങളാണ് ഈ വിളമ്പൽ കൂട്ടായ്മയുടെ ശക്തി. സർക്കാർ ജീവനക്കാരും കൂലിത്തൊഴിലാളികളും ഉൾപ്പെടെ സമൂഹത്തിന്റെ നാനാതുറയിലുള്ളവരാണ് ജീവകാരുണ്യ പ്രവർത്തനത്തിനായി ഒരുമിച്ചണിനിരക്കുന്നത്. നിശ്ചയിച്ചതിലും കൂടുതൽ പ്രതിഫലം നൽകി വധൂവരന്മാരുടെ കുടുംബങ്ങളും ഇവരുടെ സതുദ്യമത്തിന് കരുത്തും കരുതലും പകരാറുണ്ട്. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ.